കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ അനാലിസിസുമായി അവർ ഇൻ-ഹൗസ് എക്സ്പെർട്ട് മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖർ ജോയിൻ ചെയ്യുന്നുണ്ട്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് ആനന്ദ്, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഗുഡ് മോർണിംഗ്. സർ, നാസ്ഡാക്ക്, S&P 500 ആൻഡ് ഡോ ജോൺസ്, ഈ 3 ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് ഏകദേശം 0.29% ഇടിവോട് കൂടിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. S&P 500 നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ അണ്ടർടോണിൽ. S&P 500 ലാസ്റ്റ് 2 ഡേയ്സും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഡോ ജോൺസ് പരിശോധിക്കുകയാണെങ്കിൽ ഡോ ജോൺസിൽ ഏകദേശം 0.28% മുന്നേറ്റവും ഡോ ജോൺസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് ക്ലോസ് ചെയ്തേക്കുന്നത് 44,593 പോയിന്റ്സിലാണ്. സോ അമേരിക്കൻ ഇൻഡെക്സുകൾ സാറിൻ്റെ എന്താണ്? അമേരിക്കൻ ഇൻഡസ്ട്രീസ് നോക്കുമ്പോഴേക്കും ട്രെൻഡിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ട്രെൻഡ് പരിശോധിക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം നമ്മൾ നോക്കുമ്പോഴേക്കും ആ ഒരു കൺസോൾട്ടേഷൻ മോഡിൽ തന്നെ തുടരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 45,000 പോയിന്റ് തന്നെ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 21,850. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 22,000 പോയിന്റിലും അതിനുശേഷം 22,200 പോയിന്റിലും ആയിരിക്കും. യെസ് സർ. അപ്പം കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഗോൾഡ് ഏകദേശം ഓൾ ടൈം ഹൈയിൽ നിന്ന് 1.70% താഴെയാണ് നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 0.19% ഇടിഞ്ഞ് $2,891 നിലവിൽ ഗോൾഡിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗോൾഡിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലത്തെ വ്യാപാരത്തിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു സ്വർണം നൽകിയത്. ബട്ട് ആ ഒരു ഹൈ ലെവൽസിൽ എത്തിയതിനു ശേഷം നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $2,900 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. അപ്പം WTI ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ WTI ക്രൂഡ് മുമ്പിലത്തെ 4 സെഷൻ അവസാനത്തെ ഒരു 4 സെഷനിൽ മാത്രം WTI ക്രൂഡ് മുന്നേറി 3.67% ആണ്. ആൻഡ് നിലവിൽ ഏകദേശം 0.11% ഇടിഞ്ഞ് $73.05 ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ WTI ക്രൂഡിൽ സാറിൻ്റെ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നത് കാണണമെങ്കിൽ $75 ലെവലിന്റെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവസാനത്തെ 5 സെഷനും ഒരു നെഗറ്റീവ് ടോണിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ വളരെ അഗ്രസീവായിട്ടുള്ള സെൽ ഓഫും കൂടിയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.32% ഇടിവ് നിഫ്റ്റി രേഖപ്പെടുത്തി. ആൻഡ് 23,071 പോയിന്റിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ ഈ 5 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് ഐ ഡോണ്ട് തിങ്ക് ഇനി കാര്യമായിട്ടൊരു ഇടിവ് നിഫ്റ്റി 50യിൽ നടക്കുമെന്ന്. ബട്ട് എങ്കിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് കാര്യമായിട്ടൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഒന്നും നിഫ്റ്റി 50യിലോ മേജർ സ്റ്റോക്സിലോ കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും മുഖ്യമായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 22,790. ആ ഒരു സപ്പോർട്ട് ലെവല് വരും സെഷൻസിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു റിക്കവറി മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ. അപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ലാസ്റ്റ് 3 ഡേയ്സ് ഒരു നെഗറ്റീവ് അണ്ടർടോണിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ഡേ മാത്രം ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് ട്രേഡ് സെഷനിൽ മാത്രം ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത് 1.16% ആണ്. 577 പോയിന്റ് ഇടിഞ്ഞ് 43,403 പോയിന്റിലാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ സാറിൻ്റെ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നിഫ്റ്റി 50 പോലെ തന്നെ സിമിലർ പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 48,900 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്കൊരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. മേജർ റെസിസ്റ്റൻസസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യം തന്നെ 50,500, അതിനുശേഷം 51,250.
യെസ് സർ. അപ്പം സ്റ്റോക്സ് ഇൻ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് വന്നേക്കുന്ന സ്റ്റോക്ക് ബിർള സോഫ്റ്റ് ആണ്. ഒരു റിസൾട്ട് ഡിക്ലെയർ ചെയ്ത സ്റ്റോക്കും കൂടിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 8% ഒരു ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ 127 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഈ വർഷം ഏകദേശം 116 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിലും ഒരു നേരിയ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്, 0.4%. എബിഡ നിലവിൽ ഏകദേശം 1% ഇടിവ് എബിഡയും രേഖപ്പെടുത്തി. ബിർള സോഫ്റ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡ് സെഷനിൽ മാത്രം ബിർള സോഫ്റ്റ് ഇടിഞ്ഞത് 4.19% ഇടിവാണ് ബിർള സോഫ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 504 രൂപയിലാണ്. സോ ബിർള സോഫ്റ്റിൽ സാൻഡോ ടേക്ക് എന്താണ്? ബിർള സോഫ്റ്റിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവലും ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 490 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. യെസ് സർ. മറ്റൊരു സ്റ്റോക്ക് വന്നേക്കുന്നത് ബർജർ പെയിൻസ് ആണ്. ബർജർ പെയിൻസും റിസൾട്ട് ഡിക്ലെയർ ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. നിലവിൽ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 1.66% ഒരു ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ ബർജർ പെയിൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് റവന്യൂ നോക്കുകയാണെങ്കിൽ 3.26% വർധനവും ബർജർ പെയിൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ന്യൂട്രൽ ഏർണിങ്സ് ആണ് നമുക്ക് ബർജർ പെയിൻസിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.84% ഇടിവ് ബർജർ പെയിൻസ് രേഖപ്പെടുത്തി. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 475 രൂപയിലാണ്. സോ ബർജർ പെയിൻസിൽ സാൻഡോ ടേക്ക് എന്താണ്? ബർജർ പെയിൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 500, അതിനുശേഷം 522 ആയിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 458 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് റെഡ് ടേപ്പ് ആണ്. ഇന്ന് റിസൾട്ട് ഡിക്ലെയർ ചെയ്യാനിരിക്കുന്ന സ്റ്റോക്കും കൂടിയാണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ മാത്രം റെഡ് ടേപ്പ് ഏകദേശം 16% ഒരു റേഞ്ച് മാത്രം റെഡ് ടേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ 6.76% മുന്നേറി 175 രൂപയിലാണ് റെഡ് ടേപ്പ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ റെഡ് ടേപ്പിൽ സാൻഡോ ടേക്ക് എന്താണ്? റെഡ് ടേപ്പ് പോലെയുള്ള സ്റ്റോക്സ് ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. റെഡ് ടേപ്പ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അശോക് ലെയ്ലാൻഡ് ആണ്. അശോക് ലെയ്ലാൻഡ് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 2.58% ഇടിവാണ് അശോക് ലെയ്ലാൻഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏർണിംഗ്സ് റിപ്പോർട്ട് വരാനിരിക്കുന്ന സ്റ്റോക്കും കൂടിയാണ്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 203 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അശോക് ലെയ്ലാൻഡിൽ സാൻഡോ ടേക്ക് എന്താണ്? അശോക് ലെയ്ലാൻഡ്, ടാറ്റ മോട്ടോഴ്സ് മുതലായ സ്റ്റോക്സിലൊക്കെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അശോക് ലെയ്ലാൻഡിലോട്ട് വരുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പരിശോധിച്ചത് ഒരു 52 വീക്ക് ലോവസ്റ്റ് ലെവലിലായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. സോ ടാറ്റ മോട്ടോഴ്സിലും നമുക്ക് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്തത് വളരെ റിസ്കി ആയിരിക്കും. അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 193 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 235 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽ ഇത് ബ്രേക്കും ചെയ്യണം. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് വോഡഫോൺ ഐഡിയ ആണ്. നിലവിൽ റവന്യൂവിൽ ഏകദേശം 1.69% മുന്നേറ്റം വോഡഫോൺ ഐഡിയ കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് നെറ്റ് ലോസിലൊരു റിഡക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയർ ഏകദേശം 7,175 കോടി രൂപയാണ് ലോസ് ആയിരുന്നെങ്കിൽ ഈ ഒരു വർഷം രേഖപ്പെടുത്തിയിരിക്കുന്ന 6,609 കോടി രൂപയാണ്. ആൻഡ് എബിഡയിൽ ഏകദേശം 3.58% മുന്നേറ്റം എബിഡ രേഖപ്പെടുത്തി. ആൻഡ് എബിഡ മാർജിനിൽ ഏകദേശം 77 BPS മുന്നേറ്റവുമാണ് എബിഡ മാർജിനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോഡഫോൺ ഐഡിയ ലാസ്റ്റ് സെഷനിൽ ഏകദേശം 3.18% ഇടിവും വോഡഫോൺ ഐഡിയ രേഖപ്പെടുത്തി. ആൻഡ് 8.82 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ വോഡഫോൺ ഐഡിയയിൽ സാൻഡോ ടേക്ക് എന്താണ്? വോഡഫോൺ ഐഡിയയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
നമുക്ക് ഈ ഒരു സ്റ്റോക്കെല്ലാം ഒരു ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് 8 രൂപ 60 പൈസയുടെ സപ്പോർട്ട് നിലനിർത്തുന്നുണ്ടോ എന്ന് ആദ്യം സ്ഥിരീകരിക്കണം. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 10 രൂപയായിരിക്കും. 10ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 11, അതിനുശേഷം 12 രൂപ 25 പൈസയിലും ആയിരിക്കും. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് IRCTC ആണ്. IRCTC കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഏകദേശം റിസൾട്ടും കൂടി ഡിക്ലെയർ ചെയ്ത സ്റ്റോക്കും കൂടിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 14% വർധനവാണ് IRCTC രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ 300 കോടി ആയിരുന്നെങ്കിൽ ഈ ഒരു വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് 341 കോടി രൂപയാണ്. ആൻഡ് റവന്യൂവിൽ ഓൾമോസ്റ്റ് 9.8% വർധനവും കൂടി റവന്യൂവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എബിഡയിൽ 6%. ലാസ്റ്റ് ട്രേഡ് സെഷനിൽ ഏകദേശം 2.94% ഇടിവാണ് IRCTC രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 750 രൂപയിലാണ്. സോ IRCTCയിൽ സാൻഡോ ടേക്ക് എന്താണ്? IRCTC മാത്രമല്ല, നമ്മളിപ്പോ ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ അണ്ടർ ടോൺ വളരെ ബെയറിഷായിട്ട് അറ്റ് ദ മൊമെന്റ് കാണാനുള്ളതാണ്. സോ IRCTCയുടെ കേസിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 840, അതിനുശേഷം 900 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 735 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഹൗസിൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. നമുക്കെന്തായാലും ഓഡിയൻസിൻ്റെ ക്വയറീസിലേക്ക് കിടക്കാനുള്ള സമയമായി. ഫസ്റ്റ് വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി എൻ്റർപ്രൈസസ് ആണ്. ഇന്നലത്തെ ടോപ്പ് ഗെയിനർ ആയിട്ടുള്ള സ്റ്റോക്കായിരുന്നു. ആൻഡ് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1.35% മുന്നേറ്റമാണ് അദാനി എൻ്റർപ്രൈസസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 30 രൂപ മുന്നേറി 2321 രൂപയിലാണ് അദാനി എൻ്റർപ്രൈസസ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അദാനി എൻ്റർപ്രൈസസിൽ സാൻഡോ ടേക്ക് എന്താണ്? അഡാനി എന്റർപ്രൈസസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 2500, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 2925 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 4.91% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 66.4% ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് റവന്യൂവിൽ 4.9% ഒരു മുന്നേറ്റവും. ലാസ്റ്റ് സെഷനിൽ മാത്രം 4.91% ഇടിഞ്ഞ് 100 രൂപയിലാണ് സെയിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ സാൻഡോ ടേക്ക് എന്താണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു സപ്പോർട്ട് ലെവലും കാണാൻ സാധിക്കുന്നില്ല. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 97 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 113, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 135 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ പറ്റിയാണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 35% താഴെയാണ് നിലവിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് സെഷനിൽ മാത്രം 3.62% ഇടിഞ്ഞ് 3649 രൂപയിലാണ് HIL ക്ലോസ് ചെയ്തേക്കുന്നത്. സോ HILൽ സാൻഡോ ടേക്ക് എന്താണ്? HILന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്നത് 3480 രൂപയിലാണ്. അവിടെ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 4300, അതിനുശേഷം 4625 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. എഗെയിൻ മറ്റ് പല സ്റ്റോക്സിലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് വോൾട്ടാസിനെ പറ്റിയാണ്. വോൾട്ടാസ് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 5.5% ഇടിവാണ് വോൾട്ടാസ് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 1292 രൂപയിലാണ്. സോ വോൾട്ടാസിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? വോൾട്ടാസിന്റെ കേസിലും അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 1120 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്.
സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 4450 അതിനുശേഷം 1650 ആയിരിക്കും. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് മോയിൽ ലിമിറ്റഡിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 3.28% ഇടിവാണ് MOIL രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 301 രൂപയിലാണ്. സോ MOIL സാൻഡോട്ടേക്കുന്നതാണ്. മോയിലിന്റെ കേസിലും മറ്റ് പല പബ്ലിക് സെക്ടർ കമ്പനീസിനെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 278 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യം തന്നെ 365 അതിനുശേഷം 410 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ONGCനെ പറ്റിയാണ്. ലാസ്റ്റ് 4 സെഷനിൽ മാത്രം ONGCയിൽ ഒരു 10% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് സെഷനിൽ മാത്രം 1.4% ഇടിഞ്ഞ് 238 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ONGCയിൽ സാൻഡോട്ടേക്കുന്നതാണ്. ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 228 രൂപയുടെ സപ്പോർട്ട് ലെവൽ നിലനിർത്തണം. സോ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസ് വളരെ ക്രിറ്റിക്കൽ ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിച്ചാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 278 രൂപയായിരിക്കും. 278ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഒരു BSE ലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്ന സ്റ്റോക്കാണ്. ഷോർട്ട് ഫോം നോക്കുകയാണെങ്കിൽ TARIL. ലാസ്റ്റ് ട്രേഡ് സെഷനിൽ മാത്രം ഏകദേശം 4.9% ഇടിവാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 860 രൂപയിലാണ്. സോ TARIL ഓർ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സിൽ സാൻഡോട്ടേക്കുന്നതാണ്. See, this is a small cap stock and ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് വോള്യൂംസ് കാണാൻ സാധിക്കുന്നില്ല. അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 800 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1085 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് എംഫസിസ് ലിമിറ്റഡിനെ പറ്റിയാണ്. ലാസ്റ്റ് ട്രേഡ് സെഷനിൽ ഏകദേശം 2.63% ഇടിവാണ് എംഫസിസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഒരു വീക്ക്ലി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് 4.45%. ആൻഡ് ഇയർലിയിൽ ഒരു പോസിറ്റീവ് റിട്ടേൺസ് ആണ് ഇയർലിയിൽ കാണാൻ സാധിക്കുന്നത് 5.18%. ആൻഡ് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 2.63% ഇടിഞ്ഞ് 2713 രൂപയിലാണ് എംഫസിസ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ എംഫസിസ് ലിമിറ്റഡിൽ സാൻഡോട്ടേക്കുന്നതാണ്. എംഫസിസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും കണ്ടിന്യൂ ടു ബി ബെയറിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് BLS ഇന്റർനാഷണൽ സർവീസസ് ലിമിറ്റഡിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 5.4% ഇടിവാണ് BLS രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 400 രൂപയിലാണ്. സോ BLSൽ സാൻഡോട്ടേക്കുന്നതാണ്. BLS വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. വളരെ ക്രിട്ടിക്കലായിട്ട് 390 രൂപയുടെ സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ പിന്നീട് ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റിയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ 1326 രൂപയിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഏകദേശം നവംബർ 11 ലോയിലാണ് നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിൽക്കുന്നത്. ലാസ്റ്റ് സെഷനിൽ 3.24% ഒരു ഇടിവാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് രേഖപ്പെടുത്തിയേക്കുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ സാൻഡോട്ടേക്കുന്നതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1260 രൂപയിൽ സ്റ്റോപ്പ് മിനിമം. ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1620 അതിനുശേഷം 1820 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം.
യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് HCCനെ പറ്റിയാണ്. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻസ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 3.58% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 50% താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 28.78 രൂപയിലാണ്. സോ HCCയിൽ സാൻഡോ ടേക്ക് എന്താണ്? HCC വീണ്ടും ഇറ്റ്സ് എ വെരി വെരി സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഒരു വോള്യൂം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ അണ്ടർടോൺ വളരെ ബെയറിഷ് ആയി തുടരുന്നു. സോ ബെസ്റ്റ് സ്ട്രാറ്റജി അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ പൂർണ്ണമായിട്ട് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസിനെ പറ്റിയാണ്. ലാസ്റ്റ് 4 സെഷനിൽ മാത്രം ഓഹരി ഇടിഞ്ഞത് ഏകദേശം 17% ഇടിവാണ് ലാസ്റ്റ് 4 സെഷനിൽ ഓഹരി കാഴ്ചവെച്ചത്. ആൻഡ് ലാസ്റ്റ് സെഷനിൽ 5.39% ഇടിവ്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 619 രൂപയിലാണ്. സോ ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസിൽ സാൻഡോ ടേക്ക് എന്താണ്? ഗുജറാത്ത് ആൽക്കലിയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വീക്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ടും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 660, അതിനുശേഷം 680, 700. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് കിർലോസ്കർ ഓയിൽ ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിനെ പറ്റിയാണ്. റിസൾട്ട് ഡിക്ലെയർ ചെയ്ത സ്റ്റോക്കും കൂടിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 21% ഇടിവും റവന്യൂവിൽ 4.5% വർധനവും ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ കിർലോസ്കർ ഓയിൽ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് 4.7% ഇടിഞ്ഞ് 781 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ കിർലോസ്കർ ഓയിൽ ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ സാൻഡോ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കിർലോസ്കർ ഓയിലിന്റെ കേസിലും നമുക്ക് കഴിഞ്ഞ 5 ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കില് ഒരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ആദ്യത്തെ 880, അതിനുശേഷം 925. യെസ് സർ. സർ, ഷാജഹാൻ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് യെസ് ബാങ്കിനെ പറ്റിയാണ്. ഏകദേശം 2.58% ഇടിവാണ് യെസ് ബാങ്ക് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 18.11 രൂപയിലാണ്. സോ യെസ് ബാങ്കിൽ സാൻഡോ ടേക്ക് എന്താണ്? യെസ് ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിലെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 16 രൂപ 80 നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആയിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 20 രൂപയും ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 22 രൂപ 25 മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ശോഭ ലിമിറ്റഡിനെ പറ്റിയാണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 5.26% ഇടിവാണ് ശോഭ ലിമിറ്റഡ് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 1139 രൂപയിലാണ്. സോ ശോഭ ലിമിറ്റഡിൽ സാൻഡോ ടേക്ക് എന്താണ്? ശോഭയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1100 രൂപയുടെ സപ്പോർട്ട് ലെവൽ നിലനിർത്തണം. സോ നെക്സ്റ്റ് 2 to 3 ട്രേഡിംഗ് സെഷൻസ് വളരെ ക്രൂഷ്യൽ ആയിരിക്കും. അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1445, അതിനുശേഷം 1725 ആയിരിക്കും. യെസ് സർ. നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ധാരാളം ക്വയറീസ് പെൻഡിങ് ആണ്. നമുക്ക് താങ്ക് യു സർ. താങ്ക് യു ഫോർ അനാലിസിസ്.